നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ കാറ്റാടിപ്പാറ കാണാൻ പോവുകയാണ് കേട്ടോ. ഇടുക്കി പണിക്കൻകുടിക്കടുത്തുള്ള കാറ്റാടിപ്പാറ. ഇടുക്കി തന്നെ വണ്ണപ്പുറത്തിനടുത്ത് കാറ്റാടി കടവെന്ന് പറയുന്നൊരു സ്ഥലം കൂടെയുണ്ട്. ഇത് കാറ്റാടിപ്പാറയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. വന്ന റൂട്ടെന്ന് പറയുന്നത് നേര്യമംഗലത്ത് നിന്ന് നെടുങ്കണ്ടമൊക്കെ പോകുന്ന റൂട്ടില്ലേ, അതിലേ വന്നിട്ട് പണിക്കൻകുടിയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് ഒരു 2.5 കിലോമീറ്റർ വന്നാൽ മതി, ഇവിടെ എത്തും. ഇതേ ഒരു കാട്ടുകോഴി പറന്നുപോയി. അപ്പോൾ നമ്മുടെ റോഡ് കഴിഞ്ഞു, ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്തു. ഓഫ് റോഡ് എന്ന് പറയാൻ വലിയ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് മഡ് റോഡാണെന്നേ ഉള്ളൂ. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. എക്സാക്ട് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് നോക്കിയാൽ കിട്ടും. അടിപൊളിയല്ലേ, പുല്ലിങ്ങനെ വളർന്ന് നമ്മളെക്കാളും ഹൈറ്റിൽ വല്ലാണ്ട് വളർന്നു നിൽക്കുന്ന പുല്ല്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ മാത്രമല്ല, കൂടെ എബിൻ കൂടിയുണ്ട്. നല്ല ക്ലൗഡ് ബെഡൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്, പക്ഷെ ഇന്ന് അത്രത്തോളം ഇല്ല എന്നാണ് തോന്നുന്നത്. ഇതാണ് കാറ്റാടിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലം. ഒരുപാട് കാറ്റൊന്നുമില്ല കേട്ടോ. കാറ്റാടിപ്പാറ എന്നുള്ള പേര് എന്തുകൊണ്ട് വന്നെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം കാറ്റില്ലാത്തതാണോ എന്നറിയില്ല. ഇന്ന് ദൂരെ ഈ മലനിരകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നവംബർ ഫസ്റ്റ് വീക്കാണിത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കാറ്റില്ലെങ്കിലും. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് രാവിലെ ചുമ്മാ ഇങ്ങോട്ട് ഇറങ്ങിയതാണേ. കുറച്ചും കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ സൺറൈസൊക്കെ നന്നായിട്ട് ആസ്വദിക്കായിരുന്നു. ഇപ്പോൾ 8 മണി കഴിഞ്ഞു ഞങ്ങളിവിടെ എത്തിയപ്പോൾ. എന്തായാലും കൊള്ളാം കേട്ടോ ഈ സ്ഥലം. വരുന്ന ദിവസം നല്ല ഭാഗ്യമുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കോടമൂടിയതിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇവിടെ 2-3 സ്പോട്ടുകളിലായിട്ട് വ്യൂ പോയിന്റുകളുണ്ടേ. ഈ വഴിയൊക്കെ പോകുമ്പോൾ വലിയ സ്ട്രെയിനൊന്നും ഇല്ലാതെ വന്ന് കാണാൻ പറ്റിയ നൈസ് ഒരു ഹിൽ ടോപ്പാണിത്. ഇവിടെ ഇപ്പോൾ ഇങ്ങോട്ടൊക്കെയുള്ള റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക. കയ്യിൽ വിരിക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആ റോഡല്ല വന്നത്, പക്ഷേ ഞങ്ങൾ വന്ന റോഡ് കുറച്ച് എക്സ്ട്രീം ഓഫ് റോഡായിരുന്നു. ഈ വഴിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നത്. അങ്ങോട്ട് പോയപ്പോൾ ഗോപ്രോ ഓണാക്കാൻ വിട്ടുപോയി. ഓണായി ഇരിക്കുകയാണെന്നുള്ള ധാരണയിൽ കയറിപ്പോയി. അപ്പോൾ ഇതൊന്നുമല്ല, എക്സ്ട്രീമായിട്ടുള്ളൊരു കയറ്റം, ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ളൊരു കയറ്റമുണ്ട്. ഇന്നലെ മഴ പെയ്തിരുന്നത് കാരണം ആ ചെളിയൊക്കെ ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു. അപ്പോൾ ഈ റോഡ് ബൈക്കുമായിട്ട് വരാൻ അത്ര നല്ലതല്ല. ഞങ്ങൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണേ. കുഞ്ഞു വീഡിയോ ആണ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതാണ് പണിക്കൻകുടി ജംഗ്ഷൻ. ഇവിടുന്ന് 2.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക്. നിങ്ങളിവിടെ വരുമ്പോഴേക്കും ആ ടൈല് പാകുന്ന പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ആ വഴി തന്നെ കയറിപ്പോയിട്ട് കാഴ്ചയൊക്കെ കണ്ടുവരാം.